ഈ കാണുന്ന കരിക്കിൻ്റെ തൊണ്ടൊക്കെ എന്ത് ചെയ്യണമെന്ന് സമൂഹത്തിന് അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടാ. ഇതിനെയൊക്കെ വളരെ ഈസി ആയിട്ട് വളമാക്കാവുന്ന ഒരു മെഷീനാണ്. ഈ കാണുന്ന കൊലയുടെ വാണിയാണ് നമ്മൾ ഈ തരത്തിലായിരിക്കുന്നത്, വളരെ നിസ്സാരമായിട്ടായിരിക്കുന്നത്. ഇതുപോലൊരു മെഷീൻ നമുക്കിന്ന് വാങ്ങിക്കണമെങ്കിൽ മാർക്കറ്റിൽ 10 ലക്ഷം രൂപ അടുത്ത് വില വരും. അതിൻ്റെയൊക്കെ പകുതിയിൽ താഴെ വിലയ്ക്കാണ് ഞങ്ങൾ സ്വയം നിർമ്മിച്ചതുകൊണ്ട് ഈ മെഷീൻ ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ നമ്മൾ തോട്ടിലേക്ക് വലിച്ചെറിയാൽ വേറെ ഒന്നും ചെയ്യാറില്ല. അതുപോലെ തന്നെ വാഴയുടെ ഈ കൊലയുടെ തണ്ട്, അതുപോലെ തന്നെ കരിക്കിൻ്റെ തൊണ്ട്, ഇതെല്ലാം നമ്മൾ വെറുതെ അടുത്ത തോടുകളിലേക്ക് വലിച്ചെറിഞ്ഞ് നമ്മുടെ പരിസരം മലിനമാക്കുന്ന ഒരു സംഭവമാണ് നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം നമുക്ക് ഈസി ആയിട്ട് വളമാക്കി മാറ്റാൻ പറ്റും. ഏത് തരം വേസ്റ്റിനെയും നമുക്ക് ക്രഷ് ചെയ്ത് വളരെ കുറഞ്ഞ വോളിയമാക്കി വളരെ പെട്ടെന്ന് നമ്മൾ 30 ദിവസം എന്നുള്ളത് 25 ദിവസം കൊണ്ട് വളമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു മെഷീനറിയാണ്. നമുക്ക് ഈ കരിക്കിൻ്റെ തൊണ്ടൊക്കെ എന്താ ചെയ്യണമെന്ന് ഇന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇത് വളരെ ഈസി ആയിട്ട് ഈ കരിക്കിൻ്റെ തൊണ്ട്, വാഴയുടെ വാണി, ഇതിനെല്ലാത്തിനെയും നമുക്ക് വളമാക്കി മാറ്റാൻ പറ്റും. ഇവിടെ വേസ്റ്റായിട്ട് കിടക്കുന്ന എല്ലാ വസ്തുക്കളെയും നമുക്ക് വളമാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഈ മെഷീൻ്റെ പ്രത്യേകത. വളരെ കുറച്ച് ഓളി ഉപയോഗിച്ചാൽ മതി. വേസ്റ്റിങ്ങിൻ്റെ ടൈമും കമ്പോസ്റ്റിങ്ങിൻ്റെ ടൈമും വളരെ കുറയ്ക്കും. ഈ കൊലയൊന്നും ഇന്ന് ആരും ഉപയോഗിക്കാറില്ല. ഇത് വെറുതെ തോട്ടിലേക്കോ മറ്റു സ്ഥലങ്ങളിൽ വലിച്ചെറിഞ്ഞ് വേസ്റ്റ് ആവുക. ഇത് നമ്മുടെ ഈ മെഷീൻ ഉണ്ടെങ്കിലോ ഇതിനെ വളരെ ഈസി ആയിട്ട് പൊടിച്ചെടുത്ത് ഡീകമ്പോസ് ചെയ്യാം. വളരെ വില കുറഞ്ഞ രീതിയിൽ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാവുന്ന തരത്തിലും തള്ളിക്കൊണ്ട് പോയിട്ട് ഏതെങ്കിലും കാറ്ററിങ്ങോ അതുപോലെ സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് മൊബൈലായിട്ട് തള്ളിക്കൊണ്ട് പോയി അവിടെ വെച്ച് തന്നെ ഇത് വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യാവുന്നൊരു മെഷീനാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. പച്ചക്കറി മാത്രമല്ല, നമുക്ക് മത്സ്യത്തിൻ്റെ കോഴിയോ വേസ്റ്റോ എല്ലാ വേസ്റ്റിനെയും നമുക്ക് ഈസി ആയിട്ട് ഡീകമ്പോസ് ചെയ്യാം. നല്ല അത്രയ്ക്ക് ബലമുള്ള സാധനങ്ങൾ നമ്മൾ ഇറക്കിയിരിക്കുന്നത്. ഇത് ഈ പൈനാപ്പിളിൻ്റെ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തതാണ്. ഇതും വളരെ കൃഷി ചെയ്ത് വളരെ സിമ്പിളായിട്ട് കൃഷി ചെയ്തെടുക്കാം നമുക്ക്. അതുപോലെ എല്ലാ കാര്യങ്ങളും ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവാത്ത തരത്തിലാണ് ഞങ്ങളിത് കോമ്പാക്റ്റായിട്ട് ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവർക്ക് അപകടരഹിതമായിട്ട് വളരെ നിസ്സാരമായിട്ട് തള്ളിക്കൊണ്ടുപോയും ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. പുറമേ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൺവെയർ ബെൽറ്റോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും നമുക്ക് ലഭിക്കില്ല. പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഒരു കൺവെയർ ബെൽറ്റ് കൂടി ഇതിൻ്റെ കൂടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. കൺവെയർ ബെൽറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ മെഷീൻ്റെ അടുത്തേക്ക് വരണ്ട, ഈ മെഷീനിലെ അഴുക്കൊന്നും നമ്മുടെ മേത്തേക്ക് തെറിക്കത്തില്ല. മാത്രമല്ല, ഈ വേസ്റ്റ് റൺ ചെയ്ത് വരുന്ന സമയത്ത് അതിനകത്ത് തന്നെ പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങളെ നമുക്ക് ഈസി ആയിട്ട് ഷ്രെഡ് ചെയ്ത് മാറ്റാനും സാധിക്കും. ഇത് ശരിക്കും നമ്മളൊരു കസ്റ്റമേഡായിട്ടാണ് മെഷീൻ ചെയ്യുന്നത്. നമ്മുടെ ആൾക്കാരുടെ ഒരു നീഡ് അനുസരിച്ചിട്ടായതുകൊണ്ട് അപ്പോൾ ആൾക്കാർ ഇവിടെ വന്ന് നമ്മൾക്ക് മെഷീൻ കണ്ട് അവരെ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ് നമുക്ക് 1 മാസത്തിനകത്ത് നമുക്ക് മെഷീൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അതെ കാരണം വെച്ചാൽ നമ്മൾ എല്ലാവരുടെയും പർപ്പസ് വ്യത്യാസമായിരിക്കും. നമ്മളുണ്ടാക്കിയ ഒരു സാധനം എല്ലാവരും മേടിച്ച് ഉപയോഗിക്കുന്ന എല്ലാവരുടെ കാര്യം അവരുടെ ഒരു നീഡ് അനുസരിച്ച് നമ്മൾ ആ മെഷീൻ ഉണ്ടാക്കി കൊടുക്കുന്നതിലെ കാര്യം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. 1 മാസത്തിനകത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ഈ മെഷീനിൽ കൃഷി ചെയ്ത വേസ്റ്റാണ്. ഒത്തിരി ഓളിയ വരുന്ന സാധനമാണ്. ഇത് വളരെ കുറച്ച് ഓളിയായിട്ട് മാറി. അതുമാത്രമല്ല, ഇന്നോക്കുലത്തിന് വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യാനും സാധിക്കും. ഇത് നമ്മൾ ഇതുപോലെ നിരത്തിയിട്ട് ഇതിന് മുകളിൽ കുറച്ച് ഇന്നോക്കുലയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ലെയറായിട്ട് അടുത്ത വേസ്റ്റ് നമുക്ക് ഇടാം. ഇപ്പോൾ നമ്മൾ മെഷീനിൽ കൃഷി ചെയ്തുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് വളരെ ചെറുതായി നിൽക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇത്ര ഇടുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ പകുതി നിറഞ്ഞേനെ. ഇതിൻ്റെ ഒരു 5-1 കുറയുന്നുള്ളതാണ് കൃഷി ചെയ്യുമ്പോഴുള്ള പ്രത്യേകത. അപ്പോൾ 5-1 സ്ഥലം മതി നമുക്ക് ഈ ബിന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ. അതുമാത്രമല്ല, വളരെ കുറച്ച് സ്ഥലത്ത് ഒന്നും പുറത്തേക്കൊന്നും പോകാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ കുറച്ച് സ്ഥലത്ത് നമുക്കിത് ചെയ്യാം. കേരളത്തിലെ 1000 സംരംഭകരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അടിസ്ഥാന തത്വം. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഏതാണ്ട് 60-70% വേസ്റ്റിനെയും കൃത്യമായിട്ട് വളമാക്കി മാറ്റാൻ കഴിയും. അവർക്ക് എല്ലാവർക്കും നല്ല ജീവിക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ കിട്ടും. നമ്മുടെ ഭൂമിക്ക് നല്ല വളവും കിട്ടും. നല്ല ജൈവവളവും ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. നമ്മുടെ പരിസ്ഥിതി മലിനീകരണത്തെ വളരെയധികം നമുക്ക് നിയന്ത്രിക്കാനും നമുക്ക് ഈ പദ്ധതി കൊണ്ട് നമുക്ക് സാധിക്കും.